മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത DS ഇറയുടെ പ്രീമിയർ ഷോയ്ക്ക് അതിഗംഭീര പ്രതികരണങ്ങൾ. ചിത്രം ഇന്നാണ് ഔദ്യോഗികമായി റിലീസിനെത്തുന്നതെങ്കിലും പ്രീമിയർ ഷോയിൽ അൾട്രാ പോസിറ്റീവ് റെസ്പോൺസ് വരുന്നതോടെ പ്രണവ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തൊക്കെ സാധനം വരും. ഫ്രഷ് അടിപൊളിയായിട്ടുണ്ട്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴാണ് കഥ അതിലോട്ട് മെയിനായിട്ട് വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു പകൽപൂരം ആ ഒരു രീതിയിലൊരു യക്ഷിയുടെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നുമല്ല. ഇത് പ്രോപ്പറായിട്ടൊരു ഹൊറർ മൂവി എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നൈസായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. പ്രണവ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സത്യം ഹൊറർ എന്ന് വെച്ചാൽ ആ നെഞ്ചെടുപ്പ് ഒരിക്കലും മാറിയിട്ടില്ല. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പ്രണവ് തകർത്തിട്ടുണ്ട്. നല്ല പടം. നമ്മുടെ ഭ്രമയുഗം ഭൂതകാലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെയാണോ? അതേ ഫീലിംഗ് തന്നെയാണ്. ആ സംവിധായകൻ എനിക്ക് തോന്നുന്നു പുള്ളി പ്രേതപ്പടം കണ്ട് പ്രാന്തനായി എടുക്കണേണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് എന്തോ വാദമുണ്ട്. നമ്മൾ പേടിപ്പിക്കാൻ രീതിയിലൊക്കെ മൈന്യൂട്ട് സൗണ്ടിങ് ആയാലും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പ്രണവ് ഡയറക്ഷൻ എല്ലാം പക്ക ഡയറക്ഷൻ നോക്കി രാവിലെ അറിയാന്നുള്ളല്ലേ, ആ രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലൊരു പടമാണ് ഈ മലയാളത്തിൽ കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. നല്ല അഭിനയമൊക്കെ ആയിരുന്നു. പ്രണവിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ നല്ലതായിരുന്നു. നന്നായിട്ട് അഭിനയിച്ച് ഡയറക്ഷനും കൊള്ളായിരുന്നു, മേക്കിംഗ് എല്ലാം കൊള്ളായിരുന്നു. ഹൊറർ ഫീൽ കിട്ടി. ഒരു ഹൊററാണെന്ന് വിചാരിച്ചില്ല. നല്ല പേടിച്ചു. ആക്ടിങ് തന്നെ പ്രണവിന്റെ, ഷൈഡോ ചാക്കോന്റെയും പ്രണവിന്റെയും നല്ല ആക്ടിങ് ആണ്. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇത്രയാണെന്ന് വിചാരിച്ചില്ല. അടിപൊളി ഗംഭീര മേക്കിംഗ്. നന്നായിട്ടുണ്ടോ? ഹൊററൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പേടിക്കും. നല്ല എക്സ്പീരിയൻസ്. എല്ലാം സൗണ്ട് എഫക്റ്റ് ആണ് മെയിൻ. ഇതിനകത്ത് പ്രയാസം കാണിക്കണം, പക്ഷെ പേടിച്ച് ഒരു പരുവാവും. അമ്മാതിരി ഒരു സാധനം. ഇതിന്റെ സൗണ്ട് എഫക്റ്റ്, ആ ഒരു സൗണ്ട് എഫക്റ്റ് ഇത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ. ഇത്രയും നാൾ ഇത്രയും കിടിലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പേടി വരാത്തവനെ പോലും പേടിപ്പിക്കും. നീ നൈറ്റ് തിരിച്ച് വണ്ടി ഓടിക്കണം, അതിന്റെ എല്ലാ എഫക്റ്റും ഉണ്ട് ഇപ്പോൾ പെട്ടിരിക്കുക. പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ആരും വിചാരിക്കാത്ത രീതിയിലൊരു കോൺസെപ്റ്റാണ്. നമ്മൾ സസ്പെൻസ് വിചാരിക്കുന്ന പോലത്തെ ഒരു ട്വിസ്റ്റേ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാ ജിത്തു ജോസഫിന്റെ സിനിമ കാണുന്ന പോലത്തെ ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യമൊന്നും അല്ല. ആ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഇത് അതിലും എന്നുവെച്ചാൽ ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ, എന്നുവെച്ചാൽ ആ ലോജിക്കായിട്ടുള്ള എല്ലാ കാര്യവും ഇതിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് അത് ഇതിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ റൈറ്ററിന്. ഇത് കത്തിയേ പറ്റൂ. ഇത് കത്തിയില്ല പിന്നെ ഇവിടെ ഒന്നും കത്തിയിട്ട് കാര്യമില്ല. അതാ ഇവിടെ വേറെ ഒന്നും ആവശ്യമില്ല. ഒന്നും പറയല്ല ഏട്ടാ. 10/10 ആണ്. ഈസി PC ആണ്. ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റ് പടമാണ്. ഒന്നും പറയല്ല. ഒരു രക്ഷയില്ല. എന്റെ പൊന്നു പോലെ അടിപൊളി. പ്രണവിന്റെ കാലം എന്ന് പറഞ്ഞ ഇത് തന്നെ. പ്രണവിന്റെ ഒരു സദാശിവൻ ഇട്ടുക്കായിട്ട് മേക്കിംഗ് ആയാലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഹെവി. നമ്മൾ പ്രതീക്ഷിച്ച ഇത്രയൊന്നുമല്ല, എന്നാലും കിഡില ഹെവി അടിപൊളി സൂപ്പർ. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഷോർട്ട് ഹിറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇടുങ്ങും. ഒന്നും പറയാനില്ല. അത്രത്തോളം സൂപ്പർ. മലയാള സിനിമയിലെ ഹോളിവുഡ്. കാരണം എന്താ പറയുമോ, കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഹൊറർ സിനിമ എടുക്കണമെങ്കിൽ രാഹുൽ സദാശിവൻ സാറിനെ എടുക്കണമെന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം. അത് മലയാള താരരാജാവിന്റെ മകനെ കൊണ്ട് വളരെ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രണവ്. ഒരു രക്ഷയില്ല ഏട്ടാ. കാരണം എന്താ പറയുമോ, ഈ സിനിമ കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ ചോദ്യമേ പറയാനുള്ളൂ. ഇതിപ്പോ ഞങ്ങളാണോ ആ സ്ഥലത്ത് പെട്ടുപോയെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഫുൾ എഫേർട്ടിൽ എടുത്തിട്ടുണ്ട്. പ്രണവിന്റെ 100%. ബാക്കി ഇറങ്ങിയ മൂന്ന് പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും 100% കരിയർ ബെസ്റ്റ് ആണ്. ക്രിഞ്ചുകളൊക്കെ മാറ്റി പ്രണവിനെ ഒരു വേറെ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിഗംഭീരമായ പ്രതികരണങ്ങളാണ് പ്രീമിയർ ഷോയിൽ നിന്നും വരുന്നത്. ഇന്നാണ് ഔദ്യോഗികമായി ചിത്രം റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ഡ് പ്രീമിയർ ആയിട്ടാണ്, അതായത് എല്ലാ ഓഡിയൻസിനും പ്രീമിയർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാതാക്കൾ ഒരുക്കിയത്. അതിന് തന്നെ എന്തൊരു കോൺഫിഡൻസ് വേണമെന്നത് ആലോചിച്ച് നോക്കി. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രണവിൻ്റെ അമ്മ സുചിത്രയും വിസ്മയും എല്ലാവരും ചേർന്ന് കൊച്ചിയിൽ പ്രദർശനത്തിന് കാണാൻ വേണ്ടി പോവുകയും ചെയ്തു. അതിലും അതിഗംഭീര പ്രതികരണമാണ്. പ്രണവിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുന്ന ആളുകളുടെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. എന്തായാലും ചിത്രം ഇന്ന് റിലീസിനെത്തുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. നമ്മൾ